ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹത്തിന്റെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്, ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോഴും ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങിയുള്ള പരിശോധന ഉണ്ടായേക്കില്ല എന്നുള്ളതാണ്, അവരുടെ പരിശോധന ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നേവിയുടെ PRO അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെയും പ്രതികൂലമായി നിന്നതുപോലെ ഈ നദിയിലെ അടിയൊഴുക്ക് കൂടുതൽ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അടിയൊഴുക്ക് കുറയുന്നില്ല, അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. ഒട്ടും കാഴ്ചയും അത് വ്യക്തമല്ല. അത്തരത്തിൽ വിസിബിലിറ്റി 0 ആയി ആ ഒരു സാഹചര്യത്തിലൊക്കെ അതെല്ലാം പ്രതികൂല ഘടകങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അങ്ങനെയാണ് നേവിയിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്നിട്ടുള്ളത്. വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്ന് ജില്ലാ കളക്ടർ കൃത്യമായി ബ്രീഫ് ചെയ്യും മാധ്യമങ്ങളെ ഇതുവരെയുള്ള കാര്യങ്ങളുടെ പുരോഗതി, ഇനി അങ്ങോട്ടേക്ക് എപ്പോഴാണ് തിരച്ചിൽ ആരംഭിക്കുക, 11ാം ദിവസമായ നാളെ ആയിരിക്കുമോ തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എന്നൊക്കെയുള്ളത്, അതോ ഇന്ന് വൈകുന്നേരം വീണ്ടും ഒരുപക്ഷെ തിരച്ചിലിന് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ വൈകുന്നേരം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആനന്ദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആനന്ദ്, ഇപ്പോഴും ഈ ഡ്രോൺ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണോ? ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ടോ? നേവിയുടെ ബോട്ട് നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അതോ എല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണോ? ഡ്രോണിൻ്റെ പരിശോധന തിരച്ചിൽ മാത്രമാണോ ഇപ്പോൾ നടക്കുന്നത്? ഏറ്റവും പുതുതായി നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? നേവിയുടെ ബോട്ടാണ് കരയിലേക്ക് കയറിയ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ആനന്ദ് പറഞ്ഞോളൂ. പരിശോധനകളും തീർച്ചയായിട്ടും, അതായത് എല്ലാ പരിശോധനകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നേവിയുടെ ബോട്ട് ഒരുപക്ഷെ കരയിലേക്ക് ഇപ്പോൾ തന്നെ കയറ്റുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങൾ എന്തായാലും പകർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ എന്തായാലും കൃത്യമായി കൺട്രോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു വിശകലനം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ട പല സൂചനയാണ് പുറത്തു വന്നത്. അതായത് ഒരു ലോഹ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ അത്തരത്തിലുള്ള ദൗത്യങ്ങൾ, അതായത് മുങ്ങൽ സംബന്ധമായിട്ടുള്ള ദൗത്യങ്ങൾക്ക് എന്തായാലും താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം ഉണ്ടായിരിക്കുന്നു. ഇനി അത് തുടരുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. പക്ഷേ തുടരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആനന്ദ് തുടരുക. ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുകയായിരുന്നു, അത് വലിയൊരു പ്രത്യാശ നൽകിയിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ വീണ്ടും എക്സ്കവേറ്റർ ഒന്നുകൂടി എത്തുന്നു. മാത്രമല്ല ഐബോ ഡ്രോണിൻ്റെ ബാറ്ററികൾ ഡൽഹിയിൽ നിന്ന് കൃത്യമായി ഉച്ചയ്ക്ക് തന്നെ എത്തുന്നു. അത് ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. പക്ഷേ ഇപ്പോഴും വെല്ലുവിളിയായിരിക്കുന്നത്, തിരിച്ചടിയായിരിക്കുന്നത് ഈ പുഴയിലെ അടിയൊഴുക്കാണ്. ഇന്നിനി മുങ്ങൽ വിദഗ്ധർ അവർക്ക് ഇന്ന് ഇറങ്ങാനേ സാധിച്ചിരുന്നില്ല. ഈ ബോട്ടുകൾ ഇറക്കിക്കൊണ്ട് അവിടേക്ക് ഏതെങ്കിലും രീതിയിൽ എത്താൻ സാധിക്കുമെന്നുള്ളൊരു തിരച്ചിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡൈവേഴ്സിന് ഇപ്പോഴും ഇറങ്ങാൻ സാധിക്കില്ല. അങ്ങനെയാണ് നേവിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. വൈകുന്നേരം ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് എന്താണിപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത്, ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പുനരാരംഭിക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് വൈകുന്നേരമാണ് കൃത്യമായൊരു പിക്ചർ കിട്ടുക. ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ലോറി ട്രക്കിനടുത്തേക്ക് എത്താൻ ഇനിയും ഒരു പക്ഷേ ഈ ഒരു രാത്രി കൂടിയുള്ള ദൂരമുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ഈ ലോറിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയ സമയത്ത് നമ്മൾ വലിയൊരു പ്രതീക്ഷയോടെ ആയിരുന്നു കാത്തിരുന്നത്. ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ലോറി കണ്ടെത്തും, അതോടൊപ്പം തന്നെ അർജുനെ കണ്ടെത്തുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ വീണ്ടും അനന്തമായി നീളുന്ന ഒരു സാധ്യതയിലേക്ക് വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധ്യത, അതായത് നേവിയുടെ അടക്കമുള്ള ഔദ്യോഗിക വിശദീകരണം, അതായത് വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക്, നമ്മൾ ഇന്നലെയും ഇന്നും എല്ലാം തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രദേശത്ത് ഇടപെട്ട് പെയ്യുന്ന ഈ കനത്ത മഴ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അതായത് വികൃത പരിശീലനം സിദ്ധിച്ച നേവിയുടെ ഡൈവർമാരാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അവർക്ക് പുഴയുടെ അടിത്തട്ടിലേക്ക്, അതായത് ഈ 10 മീറ്റർ അകലെയുള്ള ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് 4 തവണയോളം ഇതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ അടിയൊഴുക്ക് അതിശക്തമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രൗദ്രതയോടെ തന്നെ ഈ നദി ഒന്നാകെ ഒഴുകിപ്പോകുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ കൂടി അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ കൃത്യമായ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടവിട്ട് മഴയും കാറ്റും എല്ലാം തന്നെ ഈ മേഖലകളിൽ ഒന്നാകെ പെയ്യുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും അതിനുള്ള പരിശ്രമങ്ങളൊക്കെ തന്നെ നാവികസേനയുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ നടത്തി വരികയാണ്.
പറയുകയാണ്. അവർ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായി ലോറി ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമായി അവർ ഇപ്പോൾ നോക്കുന്നത് ഈ ലോറിക്ക് അരികിലേക്ക് എത്തുക, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക. ഇതുതന്നെയാണ് ഒരു പ്രഥമ പരിഗണനയായി ഇപ്പോൾ നൽകുന്നത്. വിശദമായ ഒരു പ്ലാൻ മണിക്കൂറുകൾ എടുത്ത് ഇന്നലെ വിദഗ്ധരോടക്കുന്ന നേരത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴയും അതോടൊപ്പം തന്നെ ഈ നദിയിലെ അതിശക്തമായ കുത്തൊഴുക്കുമെല്ലാം തന്നെ ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇവിടെ വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 15ഓളം അംഗ ടീമായിരുന്നു 3 ബോട്ടുകളിലായി ഇവിടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ പരിശോധനകളൊക്കെ തന്നെ വിഫലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയമായി തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗംഗാവാലിയിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് നടക്കുന്നത്. ഈ ഇതിൽ കൂടി നിർണായകമായ സിഗ്നൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇന്നും ഇപ്പോഴും എല്ലാം തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിലും ആശാവഹമായ ഒരു പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. ഇതനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തെരച്ചിൽ അത് ഊർജിതമായി തന്നെ നടക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ പ്രദേശത്തൊന്നാകെ ഉണ്ടാകുന്ന ഈ അടിക്കടി ഉണ്ടാകുന്ന മഴ, ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന അതിശക്തമായ മഴ, അതിശക്തമായ കാറ്റ്, ഇത് തന്നെയാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് പക്ഷേ ഈ മഴയും കാറ്റും ഒക്കെ മാറി നിൽക്കുകയായിരുന്നെങ്കിലും നമ്മൾ നാട്ടിൽ പറയുമല്ലോ, കുട്ടനാട്ടിലെയൊക്കെ വെള്ളത്തിന്റെ ഒരു അവസ്ഥ, വെള്ളം പൊങ്ങുന്നത് ഈ കിഴക്കൻ വെള്ളം വരുമ്പോഴാണ്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് ഗംഗാവാലി നദിയുടെ ആ ഒരു സ്വഭാവത്തെയും കണക്കാക്കാമെന്ന് തോന്നുന്നല്ലേ. അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഏതാണ്ട് 11 മണിയോടുകൂടി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മഴ നിന്നു. പക്ഷേ എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്. അത്തരത്തിൽ അതുകൊണ്ടാണല്ലേ അടിയൊഴുക്ക് കൂടുന്നതും ജലനിരപ്പ് ഉയരുന്നതും. തീർച്ചയായും ഏറ്റവും ശക്തമായ ഒഴുക്കുള്ള ഒരു നദി കൂടിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നദി. ഇത് നേരെ അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരു നദി. അങ്ങനെയാണ് ഗംഗാവാലി. അത് രൗദ്രതയോടെ തന്നെ ഒഴുകുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരയിൽ നിന്ന് 30 മീറ്റർ അകലെയാണ്. അതായത് കരയ്ക്കും ഒരു മൺകൂനയ്ക്കും ഇടയ്ക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കൃത്യമായി ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അവർ കൃത്യമായി കാണിക്കുന്നു. ആ ഒരു പ്രദേശത്ത് കൃത്യമായി ഒരു പരിശോധന നടത്തുന്നു. ഈ ഒരു മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി ഇവിടെ ലോക സാന്നിധ്യം 2-3 ലോക സാന്നിധ്യം ഈ മേഖലകളിൽ കിട്ടിയെന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദൗത്യത്തിന്റെ വിവരങ്ങൾ വൈകിട്ട് 6 മണിക്ക് പറയാമെന്നാണ് ജില്ലാ ഭരണകൂടം, അതോടൊപ്പം തന്നെ കാർവാർ MLA എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ആശാവഹമായ ഒരു പുരോഗതി ഈ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ടുള്ള സേനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പലതരത്തിലുള്ള പ്ലാനുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്തി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു പ്രദേശത്ത് നിന്നും ഒരുപാട് അകലെയാണ് ഈ തടി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ലോറി ഈ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതിന്റെ മറ്റ് തെളിവുകൾ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ആ തുടക്കത്തിൽ ഉണ്ടായ ഒരു വീഴ്ച തന്നെയാണ് ഈ ദൗത്യം ഇത്ര ദുഷ്കരമാക്കാൻ, ഇത്ര അനന്തമായി നീളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുന് ജീവനോടെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളൊക്കെ തന്നെ ഇത്രയും നീളാനുള്ള ശരിയാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആദ്യ മണിക്കൂറുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ രക്ഷാദൗത്യത്തിന് എന്ന് പറയുന്നത് പോലെയാണ്. ആദ്യ ദിവസങ്ങളിൽ ഈ കർണാടക സർക്കാർ കാണിച്ച ഒരു അലംഭാവമുണ്ടല്ലോ, പുഴയിലില്ല ട്രക്ക് എന്നങ്ങ് സ്ഥിരീകരിക്കുകയാണ്. അത് വലിയ രീതിയിലൊരു തിരിച്ചടിയായി. മാത്രമല്ല ജീവനോട് കിട്ടാനുള്ള സാധ്യത നമുക്കറിയാം ദിവസങ്ങൾ കഴിയുന്തോറും മങ്ങുകയായിരുന്നു. അർജുൻ്റെ അമ്മയും അത് തന്നെ ഒടുവിൽ അവർക്ക് മാധ്യമങ്ങളോട് അങ്ങനെ തന്നെ തുറന്നു പറയേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും എപ്പോഴും നമ്മൾ പറയുന്ന പോലെയാണ്, അതൊന്നും പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ പഴിചാരാനോ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു വാസ്തവമാണ്.
ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഇനിയിപ്പോൾ ഈ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് എന്താണ് പറയുക? ഇനി ഈ രക്ഷാദൗത്യത്തെക്കുറിച്ച്, അതിൻ്റെ തുടർച്ചയെക്കുറിച്ചൊക്കെ എന്താണ് പറയുക എന്നറിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുവരെ നമ്മൾ കാക്കണമെന്നുള്ളതാണ്. അത് നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ ഡ്രോൺ ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തിരച്ചിൽ? തീർച്ചയായും അത്തരത്തിലാണ്. എന്തായാലും ദൗത്യം തുടരുകയാണ്. പക്ഷേ ഇന്നും ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ സമയം 4 മണിയോട് അടുക്കുകയാണ്. 4 മണിയോട് അടുത്തിട്ടും ഇത്തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ഇന്ന് ദൗത്യസംഘം പറഞ്ഞിരുന്നത് 4 മണിയോടെ കൃത്യമായി തന്നെ ലോറി കണ്ടെത്താൻ കഴിയുമെന്നാണ്. കാരണം അവരുടെ പ്ലാൻ ഇത്തരത്തിലായിരുന്നു. 12 മണിയോടെ തന്നെ ഈ ഐബോർഡ് ഉൾപ്പെടെയുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കുക, അതിനുശേഷം ഈ ചിത്രങ്ങൾ ലഭിച്ച സ്ഥലത്ത്, കാരണം ആ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ തന്നെ ഈ ലോറിയുടെ കൃത്യമായ വിവരങ്ങൾ, നീളം, വീതിയും അതിൽ മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ എന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ ലഭിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ആ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വളരെ ശക്തമായ തന്നെ സിഗ്നൽ ലഭിച്ചു. പക്ഷേ ആ പ്രദേശത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. ആ പ്രദേശത്ത് വലിയ കുത്തൊഴുക്കാണ്. അതിനാൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ മുങ്ങൽ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നവർ ആ പ്രവർത്തനം നിലവിൽ ഇന്നത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ നേവിയുടെ മറ്റംഗങ്ങളാണ് ആ സ്ഥലത്തെത്തി അവസാന ഘട്ടം എന്ന രീതിയിൽ ചെറിയ രീതിയിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ചിലപ്പോൾ അല്പസമയത്തിനകം തന്നെ 5 മണിയോടെ തന്നെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഈ ജില്ലാ കളക്ടർ, ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ, സതീഷ് ഉൾപ്പെടെയുള്ളവർ, SP ഉൾപ്പെടെയുള്ളവർ എന്തായാലും 5 മണിയോടെ ആദ്യം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അത് നിലവിൽ കൃത്യതയില്ല. ചിലപ്പോൾ 5 മണിക്കും 6 മണിക്ക് ഇടയിൽ അവർ ഈ ദൗത്യം നിർത്തിയാണോ മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. പക്ഷെ അവർ പറയുന്നത് എന്തായാലും ചില കൃത്യമായ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം ഔദ്യോഗികമായി വിളിക്കുന്നത്. എത്തിയപ്പോഴും ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ഈ ലോറിയുടെ ലൊക്കേഷൻ ഏതാണ്ട് കൃത്യതയോടെ സ്ഥിരീകരിച്ചപ്പോഴുമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ഈ പുഴയിലെ അടിയൊഴുക്കാണ്. മുങ്ങൽ വിദഗ്ധർക്ക് ലോറിയുടെ സമീപത്തേക്ക്, ക്യാബിന്റെ സമീപത്തേക്ക് ഒന്നും എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം അങ്ങനെയാണ് നേവിയുടെ ഔദ്യോഗിക സ്ഥിരീകരണവും അത്തരത്തിൽ തന്നെ വന്നത്. ഇന്ന് മുങ്ങൽ വിദഗ്ധർ ഈ നദിയുടെ അടിത്തട്ടിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കാർവാർ MLA, ഒപ്പം തന്നെ ഉത്തര കന്നഡ കളക്ടർ, ഒപ്പം തന്നെ SP ഉൾപ്പെടെയുള്ളവരുടെ സംയുക്തമായിട്ടൊരു വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണലുണ്ടാകുന്നത്. അത് 5 മണിക്കും 6 മണിക്കും ഇടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം കൃത്യമായ സ്ഥിരീകരണങ്ങൾ, കൃത്യമായിട്ട് ഇനി ഈ തിരച്ചിലിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും, ദിശ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ.